പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകരെ, തണൽ മരങ്ങൾ എന്ന പ്രോഗ്രാമിലൂടെ വിവിധ ജീവിതാന്തസ്സിലുള്ള പല വ്യക്തികൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി. അവരിൽ നിന്ന് പല കാര്യങ്ങൾ നമ്മൾ ശ്രവിച്ചു. ചിലത് നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചു. ഇന്നത്തെ എപ്പിസോഡിൽ മോൺസിഞ്ഞോർ ആൻ്റണി കൊച്ചേരിയിലിനെ ശ്രവിക്കുവാൻ പോവുകയാണ്. അദ്ദേഹം ഏതെല്ലാം ഇടവകയിൽ ഇരുന്നിട്ടുണ്ടോ അവിടുത്തെ സംസ്കാരത്തിന് ചേർന്ന രീതിയിൽ അൽമേയരെ, പ്രത്യേകിച്ച് അവരിലെ കഴിവുകൾ കണ്ടെത്തി ഭൗതികമായ, കലാപരമായ എന്നൊക്കെ അച്ഛൻ്റെ പങ്കുവയ്ക്കലിലൂടെ നമുക്ക് പലതും മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പങ്കുവയ്ക്കൽ ശ്രമിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ തണൽ മരങ്ങൾ എന്ന പ്രോഗ്രാം, ഈ എപ്പിസോഡ് ഏറെ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത് മോൺസിഞ്ഞോർ ആൻ്റണി കൊച്ചുകരിയിലച്ചൻ. കൊച്ചിയുടെ ജീവിത സ്പന്ദനം അറിഞ്ഞ്, ജനങ്ങളുടെ ഹൃദയമറിഞ്ഞ്, ജീവകാരുണ്യ മേഖലകളിൽ അനേകം ആശയങ്ങൾ പ്രാവർത്തികമാക്കിയ വൈദികൻ. അനേകരുടെ വിശപ്പകറ്റുന്ന കൂട്ടായ്മയായ സെഹിയോൻ ഊട്ടുശാല, തെരുവിലെ അഗതികളെ കുളിപ്പിച്ച് പരിചരിക്കുന്ന മൊബൈൽ ബാത്ത് തുടങ്ങി അനവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വൈദികൻ. ഇടവക ജനത്തിൻ്റെ കണ്ണീരൊപ്പാൻ അവർക്കായി ഇടയ സ്നേഹത്താൽ അലിഞ്ഞു തീരുന്ന വൈദികൻ. ഇപ്പോൾ കുമ്പളങ്ങി സേക്രഡ് ഹാർട്ട് ഇടവക വികാരിയായി സേവനം ചെയ്യുന്ന കൊച്ചുകരിയിലച്ചൻ തൻ്റെ പൗരോഹിത്യത്തിൻ്റെ 50 ആണ്ടുകൾ പിന്നിടുന്നതിൻ്റെ നന്ദിയോടെ തന്നെ വഴി നടത്തിയ ദൈവസ്നേഹത്തെക്കുറിച്ചും ശുശ്രൂഷാ ജീവിതത്തെക്കുറിച്ചും നമ്മോട് പങ്കുവയ്ക്കുന്നു. അച്ഛനെ ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. അച്ഛൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് ചെയ്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു സമർപ്പിത വൈദികൻ എന്ന നിലയിലും അതിനേക്കാളൊക്കെ ഉപരി ഇടവക വികാരി എന്ന നിലയിൽ അൽമേയരുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ പുരോഗതിക്ക് വേണ്ടിയും അവരുടെ, എനിക്ക് അച്ഛനെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാണ്, അവരുടെ ആത്മീയം മാത്രമല്ല, ഭൗതികം മാത്രമല്ല, എല്ലാവിധത്തിലും അവരുടെ വളർച്ച ആഗ്രഹിച്ചൊരു വൈദ്യനായിട്ടാണ്. ഒരു സമഗ്ര വളർച്ച ആണ് അച്ഛൻ്റെ ഇടവക വികാരി എന്ന ഇരുന്ന് പോകുമ്പോൾ ആൾക്കാർ പറയാറുള്ളത്. ഞങ്ങളുടെ ഇടവകത്തിന് അങ്ങനെ പറയാറുമുണ്ട്. അപ്പം അച്ഛൻ്റെ ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. കുടുംബാംഗങ്ങളെയും. അർത്തുങ്കലുള്ള കൊച്ചുകരിയിൽ കുടുംബത്തിലാണ് ഞാൻ പിറന്നത്. അപ്പച്ചനും അമ്മച്ചിയും കൂടാതെ ഞങ്ങൾ 6 പേരാണ് മക്കൾ. 4 ആൺമക്കൾ, 2 പെൺമക്കൾ. അത് 2 ജ്യേഷ്ഠന്മാർ മരിച്ചു. ഞങ്ങൾ ആണുങ്ങൾ ഇനി 2 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ പെൺകുട്ടികളായിട്ടുള്ളത് എൻ്റെ നേരെ മുകൾ ഭാഗത്തും എൻ്റെ അടിയിലുമായിട്ടാണ്. എൻ്റെ ഇളയത് ഒരു സിസ്റ്ററാണ്. ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ ജ്യേഷ്ഠൻ്റെ ഒരു മകൻ അച്ഛനാണ്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇപ്പോൾ ഞങ്ങൾ 2 അച്ഛന്മാരും ഒരു സിസ്റ്ററും ഉണ്ട്. പിന്നെ അച്ഛന് എന്നാണ് പുരോഹിതനായത്? ഇതിലേക്ക് അച്ഛനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അത് രൂപതയിൽ എങ്ങനെ വന്നു എന്നൊന്ന് സൂചിപ്പിക്കാമോ? തീർച്ചയായിട്ടും. 1964 ഞാൻ SSLC പാസ്സാവുന്നത്. 72 അച്ഛനായി തീർന്നു. എൻ്റെ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ, പുറകോട്ട് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്നാം ചെറുപ്പം തൊട്ട് തന്നെ എനിക്ക് ഇതിനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറുപ്പകാലത്ത് കൊച്ചിലെ അമ്മച്ചിയൊപ്പത്ത് ഞങ്ങൾ കുർബാനയ്ക്ക് പോകും. അമ്മച്ചി കയറ്റി പിടിച്ചുകൊണ്ട് പോകും. പിന്നെ അച്ഛന്മാരോടൊക്കെ അമ്മച്ചിക്ക് പ്രത്യേകമായ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇതുകൂടാതെ എൻ്റെ അടുത്ത് തന്നെ ഒരു ജോസഫ് പൊള്ളയിൽ മരിച്ചുപോയ അദ്ദേഹം എനിക്ക് വളരെ പ്രചോദനമായിരുന്നു. ഞങ്ങളുടെ അയൽവാസിയാണ്. അപ്പോൾ എല്ലാ ദിവസവും വീട്ടിൽ വരുന്ന പത്രം വായിക്കുകയും ഞങ്ങളുമായിട്ടൊക്കെ കുശലം പറയുകയൊക്കെ ചെയ്യും. അദ്ദേഹം തിരുപ്പട്ടം സ്വീകരിച്ച അന്നാണ് ഞാൻ SSLC പാസ്സായി ഇതിന് പോകാനായിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. അതിനുശേഷം ഞാൻ സെമിനാരിൽ ചേർന്ന്, പെറ്റ് സെമിനാരിയിൽ, പിന്നെ കാർമൽഗിരിയിൽ, മംഗലപ്പുഴ, അങ്ങനെ 72 ഡിസംബറിലാണ് ഓർഡിനേഷൻ. ഡിസംബർ 20-ാം തീയതി ആയിരുന്നു. ഈ വർഷം ഞാൻ ഗോൾഡൻ ജൂബിലി പൂർത്തിയാക്കി. അപ്പം അച്ഛനിപ്പോൾ 50ൻ്റെ നിറവിലാണ്, 50ാമത്തെ ജൂബിലിയുടെ നിറവിലാണ്. ഈ സമയത്ത് ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കി അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആരംഭം പോലൊന്ന് സൂചിപ്പിക്കാമോ? തീർച്ചയായിട്ടും. ഏതാണ്ട് നാളിതുവരെ 11 ഇടവകളിലാണ് ഞാൻ സേവനം ചെയ്തിട്ടുള്ളത്. 3 വർഷം അസിസ്റ്റൻ്റായിട്ട്, അതായത് 1 വർഷം ചെല്ലാനം, 2 വർഷം അരൂർ. തുടർന്ന് നോർത്ത് ഇടക്കൊച്ചിയിലേക്ക് വന്ന് അവിടെ തന്നെ വികാരിയായി. ആദ്യത്തെ വികാരി അവിടുത്തെ.
അതേ തുടർന്ന് ചിറക്കൽ 5 വർഷം, ചുള്ളിക്കൽ 5 വർഷം. അതിനുശേഷമാണ് താങ്കളുടെ ഇടവകയിൽ ഞാൻ വന്നത്, മുൻകാവിൽ വരുന്നത്. 4 വർഷം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു 6 വർഷം ഞാൻ നസ്രത്ത് നിന്ന് ഒരു 2 വർഷം കുമ്പളങ്ങി സെൻറ്റ് പീറ്റേഴ്സ്. അതിനുശേഷം ഞാൻ എപ്പിസ്കോപ്പൽ വിക്കറായിട്ട് ഒരു ദശവത്സര പദ്ധതിയുടെ എപ്പിസ്കോപ്പൽ വിക്കറായിട്ട് സേവനം ചെയ്തു. അത് നിന്നതോടുകൂടിയാണ് വീണ്ടും ഇടവകയിലേക്ക് പോയത്. അങ്ങനെ ഒരു 4 വർഷം മുണ്ടമ്പേലിൽ, 5 വർഷം തോമസ് മൂറിൽ, ഇപ്പോൾ ഈ പള്ളിയിൽ, അതായത് കുമ്പളങ്ങി സെൻറ്റ് സേക്രഡ് ഹാർട്ട്, ഇവിടെ 5ാമത്തെ വർഷമാണ് ഇത്. അങ്ങനെ മൊത്തം 11 ഇടവകളിലാണ് നാളെ ഇതുവരെ സേവനം ചെയ്തിട്ടുള്ളത്. ക്രൂശിതനെ പിഞ്ചെന്നുള്ള യാത്ര, ആടുകളുടെ സ്വരം ശ്രവിച്ചുള്ള യാത്ര. സഭയുടെ നേതൃത്വത്തിൽ കൊച്ചി പ്രദേശത്ത് ഈ കാലഘട്ടങ്ങളിൽ തുടക്കം കുറിച്ച ഏതൊരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ ഈ വൈദികന്റെ പ്രാർത്ഥനയും പിന്തുണയും നേതൃത്വവും നമുക്ക് ദർശിക്കാവുന്നതാണ്. ബലിപീഠത്തിൽ നിന്നും അപരനിലേക്ക് നിറഞ്ഞൊഴുകുന്ന ദൈവസ്നേഹത്തിന്റെ നേർചിത്രങ്ങൾ. അച്ഛൻ, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഞങ്ങളുടെ പൂങ്കാവിലിരുന്നതുകൊണ്ട് എനിക്കറിയാമല്ലോ, മനസ്സിലാക്കുന്നത് അൽമേരെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അച്ഛന് വളരെ ശ്രദ്ധയുണ്ട്. ഒരിക്കലും ഒരു മനുഷ്യനും അച്ഛനോട് ഒരു നീരസമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അച്ഛൻ ആരെയും സ്നേഹവലയത്തിന് വെളിയിൽ കളയാത്തൊരു അച്ഛനായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത്. അച്ഛൻ അപ്രകാരം ഈ ലേറ്റിയെയും വലിയ തരത്തിലുള്ള ആൾക്കാരെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് അച്ഛനെ നയിക്കാൻ പ്രേരിപ്പിച്ച ഒരു ആത്മീയ ദർശനം എന്താണെന്ന് പറയാമോ? അത് സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ഒരു ചൊല്ലാണ് എന്നെ കൂടുതലായിട്ട് പ്രചോദിപ്പിച്ചിട്ടുള്ളത്. സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്നത്, നിങ്ങളോടൊപ്പം ഞാനൊരു വിശ്വാസിയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു മെത്രാനാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ജനങ്ങളോടൊപ്പം ഞാനൊരു വിശ്വാസിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ജപമാല ചൊല്ലുമ്പോൾ കൂടെ നിന്ന് ജപമാല ചൊല്ലണം, അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കൂടെ ഉണ്ടാകണം എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു ആശയം എൻ്റെ മനസ്സിലുണ്ട്. അതനുസരിച്ചാണ് ഞാൻ പെരുമാറുന്നത്. അതുതന്നെയല്ല, ഞാൻ പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജനങ്ങളുടെ അഭിമതം എന്താണ്, അവരുടെ ആഗ്രഹം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എപ്പോഴും എനിക്കുണ്ട്. ഞാൻ 1-2 സെമിനാറുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ കോടി ഇൻ്റർനാഷണൽ സെമിനാർ എന്നൊക്കെ പറയും. അതിൽ പറയുന്നത്, ഇങ്ങനെ ജനങ്ങളുമായിട്ടൊരു സംവാദം നടത്തിയിട്ട് അവരുടെ ആവശ്യങ്ങളുടെ ഒരു മൂല്യശ്രേണി നമ്മൾ കണ്ടെത്തണം. അതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ദർശനം എൻ്റെ എല്ലാ പ്രവർത്തനത്തിലും ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുക എന്നുള്ളതല്ല, ജനങ്ങൾ ചെയ്യുക, ഞാനതിനൊരു പുളിമാവായി തീരുക എന്നുള്ളതാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ. അപ്പോൾ അതുകൊണ്ട് ഓരോ പ്രായത്തിലുള്ളവരെയും അങ്ങനെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇടക്കൊച്ചിയിലായിരുന്നപ്പോൾ കുട്ടികളിലൂടെയാണ് ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയത്. അവർക്ക് വേണ്ടി ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു, സ്കൗട്ട്, ഓപ്പൺ സ്കൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കുട്ടികളുമായിട്ട് ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ പുറം സ്ഥലങ്ങളിലേക്ക് പോകും. ഹൈക്കിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശത്ത് ചെന്നിട്ട് അവിടെ ടെൻ്റ് അടിച്ച് ഒരു സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്ത് അവിടെ അടുത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി ക്യാമ്പ് ഫയർ നടത്തുക, കലാപരിപാടികൾ നടത്തുക, അങ്ങനെ ജനങ്ങളുമായിട്ട് സംവാദിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഡാൻസ്, ബാല്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബാൻഡ് സെറ്റ്. ഈ ബാൻഡ് സെറ്റ് തന്നെയാണെങ്കിലും വിവിധ ഇടവുകളിലെ പരിപാടികൾക്കൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അവരെ ജനങ്ങളുമായിട്ട് മറ്റു സമൂഹങ്ങളുമായിട്ട് ഇഴചേരാനായിട്ടുള്ള അവസരം ഒരുക്കുകയാണ്. അതുപോലെ തന്നെ ബാല, ഒത്തിരി ബാല ഉണ്ടായിട്ടുണ്ട്. അത് മിശിഹാ ചരിത്രം, രക്ഷകൻ്റെ അമ്മ, വാളെടുക്കുന്നവൻ വാളാൽ, അങ്ങനെ ഒത്തിരി അതും വിവിധ സ്റ്റേജുകളിൽ ഇവരെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടികളും അവരോടൊപ്പം മാതാപിതാക്കന്മാരും നമ്മൾ ഒരുമിച്ച് വരികയാണ്. അപ്പോൾ ഒരു അടിസ്ഥാനപരമായിട്ട് സഭയെ പടുത്തുയർത്താനായിട്ടുള്ള ഒരു അടിത്തറയായിട്ട് ഇവരൊക്കെ മാറുന്നു. അതാണ് എനിക്ക് നാളിതുവരെയുള്ള അനുഭവം. ഇപ്പോൾ ഞാൻ എത്രയോ വർഷമായി, ഞാൻ 81-86 കാലഘട്ടത്തിലാണ് ചിറക്കലിലുണ്ടായിരുന്നത്. ഇന്നും ആ കുട്ടികൾ ബാലെ ട്രൂപ്പ് എന്ന് പറഞ്ഞൊരു ട്രൂപ്പുണ്ട്, എല്ലാ വർഷവും ചേരും.
ഞങ്ങൾ ഈ ഓണത്തിന് കൂടി ഇനി ക്രിസ്മസിന് കൂടാനായിട്ടിരിക്കുന്നു. എൻ്റെ അവരൊക്കെ ഇപ്പൊ എവിടെ വരെ എത്തി? അവരൊക്കെ പ്രായം അവർ പ്രായമൊക്കെ പ്രായമുണ്ട്, 50 വയസ്സൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്നാൽ അവരുടെ മക്കളുമൊക്കെ ആയിട്ട് വലിയൊരു കൂട്ടായ്മ ഇങ്ങനെ നമ്മൾ പിന്നെ പറയല്ലേ, പിന്നെ ചെറിയ ഉഗവിത്തിൽ നിന്നും വലിയ വൃക്ഷം വളരുന്ന പോലെ ഈ ചെറിയ ചെറിയ കൂട്ടായ്മയിൽ നിന്ന് വലിയ ഒരു ഔട്ട്കം ഉണ്ടാകുന്നുണ്ട്. അതാണ് എനിക്ക് കാണാവുന്ന ഏറ്റവും വലിയ. അച്ഛനെ സംബന്ധിച്ചാലും ഒത്തിരി ന്യൂ ഇനിഷ്യേറ്റീവ്സ് അച്ഛൻ എടുത്തിട്ടുണ്ട് വാസ്തവത്തിൽ. അതെ അതെ അതെ, പുതിയ പുതിയ കാര്യങ്ങൾ, സംരംഭങ്ങൾ ഞാനെടുത്തു എന്ന് പറയാൻ പറ്റില്ല. അച്ഛനിലൂടെ കർത്താവ് ചെയ്തു. എന്നാലും അത് നിന്ന് ഷാലോം പ്രേക്ഷകർക്ക് അത് കേൾക്കുന്നത് ഉപകാരപ്രദമാകും ഒരു പക്ഷേ. ഞാൻ ഇടക്കൊച്ചിയിലുണ്ടായിരുന്നപ്പോൾ അന്ന് നമുക്ക് ഈ ഫാമിലി യൂണിറ്റിനെ കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ല. എങ്കിൽ പോലും ക്രൈസ്തവരുടെ കൂട്ടായ്മ ഉണ്ടാകണം, പരസ്പര പങ്കുവയ്ക്കുകയും പങ്കുകൊള്ളുകയും ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് അവർ വളരണമെന്നുള്ള ഒരു കാഴ്ചപ്പാടുകൂടിയാണ് ക്രിസ്ത്യൻ വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞ പേരിലാണ് തുടങ്ങിയത്. അതിൻ്റെ ആദ്യത്തെ ഡയറക്ടറായിട്ട് പിതാവ് എന്നെ നിയമിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു 5-8 വർഷം മിഷൻ ലീഗിൻ്റെ ഡയറക്ടറായിരുന്നു. അപ്പോൾ കുട്ടികളുമായിട്ടുള്ള വളരെ അടുപ്പം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പല കാര്യങ്ങളിലും എനിക്ക് നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞത്. അതിനുശേഷം വിൻസെൻ്റ് ടി പോൾ സൊസൈറ്റിയുടെ ഡയറക്ടറായിരുന്നു. അപ്പോൾ സാധുജനങ്ങളുമായിട്ടുള്ള ഒരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു. അതുപോലെ കരിസ്മാറ്റിക് ഡയറക്ടറായിരുന്നു. ഔട്ട് റീച്ചിങ് പ്രോഗ്രാമിലാണ് നമ്മുടെ ഈ മറ്റു പരിപാടികളൊക്കെ, ഈ ഊട്ടിശാലയും അതുപോലുള്ള ആൾക്കാർക്ക് മനസ്സിലായില്ല. ഊട്ടിശാല എന്ന് പറഞ്ഞാലേ എന്താ സംഭവം? സെഹിയോൻ ഊട്ടിശാല എന്ന് പറഞ്ഞാൽ, അതായത് ഈ കൊച്ചി പ്രദേശത്ത് ഒരാൾ പോലും ഒരു ദിവസം ഒരു നേരമെങ്കിലും ഭക്ഷിക്കാത്ത ഒരു ദിവസം ഉണ്ടാകരുത് എന്നുള്ളതാണ്. അപ്പോൾ സാധുക്കളായിട്ട് അലഞ്ഞ് നടക്കുന്നവർ, ഭക്ഷണം കിട്ടാത്തവർ, അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഒരുക്കുന്ന കേന്ദ്രങ്ങളാണ് ഈ ഊട്ടിശാല എന്ന് പറയുന്നത്. സെഹിയോൻ ഊട്ടിശാല, അതായത് നമ്മുടെ കർത്താവിൻ്റെ ആ ദിവ്യകാരുണ്യ സംസ്കാരമാണ് നമ്മളിത് കാണുന്നത്. നമ്മുടെ ജോസഫ് കുരീത്തറ പിതാവുള്ളപ്പോൾ നമ്മുടെ അരമനയിൽ, കൊച്ചി അരമനയിൽ ഒരു ഔസേപ്പ് പിതാവിൻ്റെ രൂപമുണ്ട്. അവിടെ വരുന്ന എല്ലാവർക്കും ഓരോ റൊട്ടി കൊടുക്കുന്ന ഉണ്ട്. ഏതാണ്ട് 350ഓളം റൊട്ടികൾ ഒരു ദിവസം അന്ന് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഫോറിൻ രാജ്യങ്ങളിൽ ഈ ആഞ്ചുലൂസ് അടിച്ചു കഴിയുമ്പോൾ അവർ ഈ സന്യാസികൾ അവരുടെ വാതിലൊക്കെ തുറന്നിടും. അപ്പോൾ വരുന്നവർക്ക് ഒരു കപ്പ് സൂപ്പും 2-3 കഷ്ണം ബ്രെഡൊക്കെ കൊടുക്കുന്ന പരിപാടിയൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഈ പിന്നെ ഊട്ടിശാല. ദശവത്സ പദ്ധതിയോട് ചേർന്ന് ഈ പാവപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലുണ്ടായപ്പോൾ എല്ലാ ഇടവുകൾ തോറും ഇത് ഉണ്ടാകണം. അങ്ങനെ 10-30 ഊട്ടിശാലകൾ വിവിധ സ്ഥലങ്ങളിലായിട്ടുണ്ടായി. നമ്മുടെ രൂപതയിൽ മാത്രമല്ല, കൊച്ചി രൂപതയിൽ മാത്രമല്ല, ആലപ്പുഴ, അതുപോലെ തന്നെ എറണാകുളം, അങ്കമാലിയിലൊക്കെ ഞങ്ങൾ പോയി ഉണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ ഉണ്ട്. പലതും ഇപ്പോൾ നടക്കുന്നുണ്ട്. നമ്മൾ രൂപതയിലുള്ളതിന് എൻ്റെ പ്രവർത്തനമൊക്കെ കേന്ദ്രീകരിക്കാനായിട്ട് സെഹിയോൻ പ്രേക്ഷിത സംഘം എന്ന് പറഞ്ഞുള്ള സംഘമുണ്ട്. അപ്പോൾ ഈ എന്നെ സംബന്ധിച്ച് എല്ലാ പ്രവർത്തനങ്ങൾക്കും അൽമായരാണ് പിന്നിൽ. നമ്മളുടെ ഒരു ആശയം അങ്ങനെ അടിച്ചേൽപ്പിക്കുകയല്ല, മറിച്ച് അവരുടേതാക്കി മാറ്റി അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഈ സെഹിയോൻ ഊട്ടിശാല പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ ജൂഡ്സനാണ്. ജൂഡ്സൺ വളരെ മനോഹരമായിട്ടത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതോടനുബന്ധിച്ചുള്ള ടീമെല്ലാം ഒരു ടീം വർക്കാണിത്. ഇതിൽ നിന്നും ഒരുപക്ഷെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം പൊങ്കാവലും വിൻസെൻ്റ് പോളുകാർ ഉച്ചഭക്ഷണം കൊടുക്കുന്ന പരിപാടി ഉണ്ട് അവർക്ക്. ഞായറാഴ്ച പാഴ്സലാണ് കൊണ്ടുവരുന്നത്, അല്ലാത്തവർക്ക് കൂടെ ഭക്ഷണം വേവിച്ചു കൊടുക്കും. പല ഇടവുകളിലും അങ്ങനെ ആരംഭിച്ചിട്ടുണ്ട്. വിൻസെൻ്റ് പോളിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അന്ന് ഇതിനോടനുബന്ധിച്ച് എരമല്ലൂർ ആരംഭിച്ചതാണ്. ഒരെണ്ണം ഉണ്ടായിരുന്നു, ഊട്ടിശാല. വിശക്കുന്നവർക്ക് മുൻപിൽ അപ്പമാകുന്ന സുവിശേഷത്തിൻ്റെ സുന്ദര ചിത്രങ്ങൾ. സെഹിയോൻ ഊട്ടുശാല അഗതികൾക്കും നിരാലംബരുമായ അനേകർക്ക് ഭക്ഷണമേകുന്ന ശുശ്രൂഷ. കൊച്ചി പ്രദേശത്ത് നിരവധി ആളുകൾക്ക് ഈ പൊതിച്ചോറുകൾ ഏറെ ആശ്വാസമേകുന്നു. അച്ഛൻ ഇപ്പോൾ ആയിരിക്കുന്ന കുമ്പളങ്ങി സേക്രഡ് ഹാർട്ട് ഇടവകയിലും ഈ ശുശ്രൂഷ വളരെ ഭംഗിയായി മുന്നോട്ടു പോകുന്നു.
കുമ്പളങ്ങി പ്രദേശത്ത് പ്രത്യേകിച്ച് സെക്രട്ടറിയിൽ പ്രവർത്തിക്കുന്ന ഊട്ടുശാല ആരംഭിച്ചിട്ട് 16 വർഷക്കാലമായി. അന്നു മുതൽ ഇന്ന് വരെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പണ്ട് കാലങ്ങളിൽ ഞങ്ങൾ ആരംഭിച്ചപ്പോൾ ഇവിടെ ഭക്ഷണം പാചകം ചെയ്തായിരുന്നു ഞങ്ങൾ കൊടുത്തിരുന്നത്. പിന്നീട് അതിനുശേഷം കൊറോണ കാലമായപ്പോൾ ഇത് നിലച്ച ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പോൾ ജൂഡ്സ് ആൻഡ് ബ്രദറിൻ്റെ സഹകരണത്തോടെ ഊട്ടുശാല പൊതിച്ചോറുകളാക്കി ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് തരികയാണ്. അതുമല്ല, പ്രത്യേകിച്ച് നമ്മളുടെ ഇടവക വികാരി ആൻ്റണി അച്ഛനാണ് ഞങ്ങൾക്ക് ആരംഭിക്കാനുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു തന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒഴിവ് സമയങ്ങളിൽ ചിലവഴിക്കുന്നത് ഇവിടെയാണ്. ഈ പ്രദേശത്തുള്ള അനേകർക്ക് ഇതൊരു ആശ്വാസകരമായാണ്. നാനാ ജാതി മതസ്ഥർ ഇവിടെ വന്ന് ഭക്ഷണം മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എല്ലാവർക്കും അതൊരു ആശ്വാസമാണ്. ഇത് ചെയ്യാൻ കഴിയുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കുമ്പളങ്ങി സെക്രട്ടേറിയറ്റ് ഇടവകയിൽ വികാരിയായിരുന്ന ജോസഫ് പൊള്ളയിലച്ഛൻ പെരുമ്പടപ്പിൽ നാനാമതസ്ഥരുമായി അച്ഛൻ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. അതിന് ശേഷം അച്ഛൻ്റെ മരണശേഷമാണ് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനമെടുത്തത്, അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു ഊട്ടുശാല തുടങ്ങണമെന്നുള്ള. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഊട്ടുശാല പള്ളിയിലെ എല്ലാ അംഗങ്ങളും ഇതിന് വേണ്ടപ്പെട്ട കുറച്ച് പേര് കൂടി തീരുമാനിച്ച് ഒരു ഊട്ടുശാല തുടങ്ങാനുള്ള തീരുമാനമെടുത്തത്. അങ്ങനെ എല്ലാവരുടെ സഹകരണത്തോടുകൂടി 16 വർഷം മുൻപ് ഊട്ടുശാല ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ നല്ലപോലെ ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിലും വ്യാഴാഴ്ച ദിവസം ഞങ്ങൾ എല്ലാവർക്കും ഭക്ഷണം, നാനാമതസ്ഥർക്കും ഭക്ഷണം കൊടുക്കുമായിരുന്നു. എല്ലാവരും ഇവിടെ വന്ന് കഴിക്കുമായിരുന്നു. തീരെ സുഖമില്ലാത്ത രോഗികൾക്ക് വീട്ടിൽ പൊതി കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതിനുശേഷം കോവിഡ് വന്നപ്പോൾ അതിന് കുറച്ച് ഇത് വന്നായിരുന്നു, കൊടുക്കാൻ പറ്റാതെ എല്ലായിടത്തും ഇത് വന്ന കൊച്ചേരിയൽ അച്ഛൻ്റെ ഇതോടുകൂടി ഞങ്ങൾ ജൂഡ്സിൻ്റെ സഹകരണത്തോടുകൂടി പൊതിച്ചോറ് കൊടുക്കുകയും നാനാമതസ്ഥരും വന്ന് ആ പൊതിച്ചോറ് വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്യാറുണ്ട്. ഞങ്ങളിവിടെ 50 പേർക്ക് പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങൾക്കും വളരെയധികം ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ നാനാമതസ്ഥർ വാങ്ങിക്കൊണ്ടുപോയി കഴിക്കുന്നത്, അത് വന്ന് വാങ്ങുമ്പോഴുള്ള അവർക്കടെ ആ മുഖത്തിൻ്റെ ആ സന്തോഷവും ഞങ്ങൾക്ക് കൊടുക്കുമ്പോഴുള്ള സന്തോഷവും വളരെ പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിൽ സഹകരിക്കണതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്. പിന്നെ മറ്റ് സാമൂഹ്യ സേവന പരിപാടികളെന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ടല്ലോ അച്ഛനെ, കുറച്ചുകൂടെ ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. മറ്റ് സാമൂഹിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാട്ടിപ്പറമ്പിൽ ഒരു അസീസി റിലീഫ് സെൻറ്റർ എന്ന് പറഞ്ഞുണ്ട്. അവിടെ ഒരു 10-60 പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ സംരക്ഷിക്കുന്ന ചുമതലയാണ് അവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്കുള്ളത് പിന്നെ ഈ അലഞ്ഞു നടക്കുന്നവരെയൊക്കെ കുളിപ്പിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ്. അതിന് പിന്നെ സഹിയോൻ ബാത്ത് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണത്? അത് പിന്നെ നമ്മൾ ഒരു വണ്ടിയിൽ ഈ ബാത്ത് ടബും എല്ലാം ഇണക്കിയിരിക്കുകയാണ്, ശുചിമുറി അതിൽ ശരിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ വഴിയെ പോകുമ്പോൾ ഇങ്ങനെ അലഞ്ഞടക്കുന്നവരെയൊക്കെ കണ്ടെത്തുന്നു, അവരെ കുളിപ്പിച്ച് പുതിയ വസ്ത്രമൊക്കെ കൊടുത്ത് ഭക്ഷണം കൊടുത്ത് അവരെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുഖ്യമായിട്ടുള്ള പ്രവർത്തനം. അതിന് സഞ്ചരിക്കുന്ന കുളിമുറി എന്നാണ് ഇതിന് പറയുന്നത്, സഞ്ചരിക്കുന്ന കുളിമുറി എന്നാണ് പറയുന്നത്. അതുകൂടാതെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പ്രയാണം നടത്തും. ചിലപ്പോൾ തിരുവനന്തപുരം അല്ലെങ്കിൽ കാസർഗോഡ്, ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ വണ്ടി പോകും. പോയിട്ട് വഴി ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞായിരിക്കും വരുന്നത്. അതിനുള്ള നമ്മൾക്ക് യുവാക്കന്മാരുടെ ടീമുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം അച്ഛൻ ഇങ്ങനെ അവർക്കൊരു പ്രേരണ നൽകി. അതെ, ഞാനിപ്പോൾ ഷാഡോ ആയിട്ടേ നിൽക്കുള്ളൂ. ഫ്രണ്ടിൽ വരാതെ അവർക്ക് പ്രത്യേകമായ ഒരു ഊർജം പകർന്നുകൊണ്ട് അവരെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രവർത്തന ശൈലി. പിന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, അച്ഛനൊരു രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയിലുണ്ടായിരിക്കുന്ന മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വചനം ജനങ്ങളിൽ എത്തിക്കാനുള്ള അവർ വളരാനുള്ളൊരു താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ മേഖലകളിൽ അച്ഛൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതായത് രണ്ടാം വത്തിക്കാൻ ശേഷം സഭയിലൊരു ഉണർവുണ്ടാകണം എന്നുള്ള കാഴ്ചപ്പാട്ടോടുകൂടി കിക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് നെയോ കാറ്റക്യുമിനൽ വേ. കാറ്റക്യുമിനേറ്റ് എന്ന് പറഞ്ഞാൽ ബ്രദറിന് അറിയാലോ. കാറ്റക്യുമിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജ്ഞാനസ്നാനത്തിന് വേണ്ടി
അർത്ഥികളെ ഒരുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈ ജ്ഞാനസ്നാനം തന്നെ പല ഘട്ടങ്ങളായിട്ടാണ് അന്ന് കൊടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടം, ആ പരിശീലന ഘട്ടം ബോധപൂർവം ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ കടന്നു പോവുക, അതാണ് നെയോ കാറ്റക്കുമിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൂങ്കാവിലാണ് ആദ്യമായിട്ട് ആരംഭിച്ചത്. 1991 നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. കേരളത്തിലേക്ക് ഈ നവീകരണത്തെ കൊണ്ടുവരാനായിട്ട് കർത്താവ് ഉപകരണമാക്കിയത് തന്നെയാണ്. അതിനാണ് ഞാൻ കണ്ടിരിക്കുന്നതേ, വലിയ വിദ്യാഭ്യാസമൊക്കെ ഇല്ലാത്ത അമ്മച്ചിമാരാണെങ്കിലും ഒരു 2 മാസം കമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അവർ സുന്ദരമായിട്ട് വചനം പറയും. ആ വചനത്തിൽ ഓർത്തിരിക്കാനും പറ്റുന്നു. അതിനെ പറ്റി ഇങ്ങനെയുള്ള ഫോർമേഷൻ കിട്ടുന്നല്ലേ? അത് ഫാമിലി ടുഗദറാണ്. അതായത് കൊച്ചുകുട്ടികൾ തൊട്ട് മുതിർന്നവർ. ഇപ്പോൾ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തി ഈ കുട്ടികൾ ഇപ്പോൾ ഇതിൽ മുതിർന്ന മെമ്പേഴ്സായിട്ട് ഇരിക്കുകയാണ്. അവരുടെ ശേഷം അവരുടെ മക്കൾ ഇങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകും. അപ്പോൾ ഇവർ ഈ ആഘോഷത്തിൽ തന്നെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഈ കുട്ടികൾ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ സുവിശേഷമൊക്കെ കഴിഞ്ഞ് ഈ എക്കോ ഓഫ് ദി വേർഡിന് മുമ്പായിട്ട് ആദ്യം ഇവരൊക്കെയാണ് ചോദിക്കുന്നത്. പിള്ളേരൊക്കെ ചോദിക്കും അവർക്ക് എന്ത് മനസ്സിലായി, എന്താണ് ഇന്ന് വായിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് നല്ല ശ്രദ്ധ കിട്ടും അതിൽ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കരിസ്മാറ്റിക് നവീകരണം ഇത്രമാത്രം സഭയെ ആകമാനം സ്വാധീനിച്ചെങ്കിലും കരിസ്മാറ്റിക് സ്പിരിച്വാലിറ്റിയിൽ ഒരു സെമിനാരി ഉണ്ടായിട്ടില്ല. എന്നാൽ കമ്മ്യൂണിറ്റിക്ക് 3 സെമിനാരികളുണ്ടെന്ന് ഞാൻ കേട്ടത്. 3 അല്ല, ഏതാണ്ട് 170ഓളം സെമിനാരികൾ ആഗോള സഭയിലുണ്ട്. ആ ശരി, അവർ 20 വർഷം മുമ്പുള്ള അറിവാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുപോലെ മാർപ്പാപ്പയുടെ റോമിലെ വൈദികരായിട്ട് ശുശ്രൂഷ നടത്തുന്ന 8ഓളം പേരുണ്ടെന്ന് ഞാൻ കേട്ടത്. അതെ ഉണ്ട്. നമുക്കിവിടെ തന്നെ ഇപ്പോൾ 2 സെമിനാരികൾ, ഇവിടെ 3 സെമിനാരി ഉണ്ട്. പലപ്പോഴും അച്ഛൻ്റെ ദിവ്യബലി അനേകം മനുഷ്യരെ സ്പർശിക്കാറുണ്ട്. ഞങ്ങളൊക്കെ പോലും നമ്മുടെ ഇപ്പോൾ പൂങ്കാവ് ഇടവകയിലാണെങ്കിൽ ഏഷ്യയിലെ 11 വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ കോൺഫറൻസ് ഉള്ള ഇടവക പൂങ്കാവാണ്. ഈ ജനങ്ങളെയൊക്കെ ഇതിലേക്കൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ അച്ഛൻ്റെ ഞായറാഴ്ചത്തെ പ്രസംഗങ്ങളൊക്കെ പലപ്പോഴും ഉപകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളതാണ്. അച്ഛൻ്റെ ദർശനം എന്താ അതിനെക്കുറിച്ച്? ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ഞാൻ സാധാരണ പറയുന്നത് 4 വാക്കുകളും 4 പ്രവൃത്തികളുമാണെന്നാണ്. 4 വാക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ്, ഹോമിലി. അപ്പോൾ ഇതാണ് 4 വാക്കുകൾ. അപ്പോൾ നമ്മൾ കേട്ട കാര്യങ്ങൾ പാകപ്പെടുത്തി കൊടുക്കുന്നതാണ് ഹോമിലി എന്ന് പറയുന്നത്. പിന്നെ 4 വാക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു, സ്വസ്ത്രം ചെയ്തു, മുറിച്ചു, വിളമ്പി. അപ്പോൾ ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുറിയാനായിട്ടുള്ള ആൾക്കാരാണ്. യേശു തന്നെ മുറിച്ചു വിളമ്പുന്നു. അപ്പം ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിയപ്പെടുവാനും വിളമ്പുവാനും ഉള്ളതാണ്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ എവിടെയാണോ അവിടെയെല്ലാം ഇങ്ങനെ മുറിച്ചു വിളമ്പുവാനായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ഒരു ദിവ്യകാരുണ്യ സംസ്കാരമാണ് എന്നതാണ് അടിസ്ഥാനപരമായിട്ടുള്ള എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ പ്രവർത്തനങ്ങൾ വരുമ്പോഴും ഇതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഉള്ള പ്രവർത്തനം. ഇപ്പോൾ കരിസ്മാറ്റിക് രംഗത്താണെങ്കിലും അതുപോലെ തന്നെ നെയോ കാറ്റക്കുമിൽ രംഗത്താണെങ്കിലും ഈ ഒരു ആദർശം, ഈ കീൻ ഐഡിയ എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. അതായത് 4 വാക്കുകളും 4 പ്രവർത്തികളുമാണ് ദിവ്യബലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സാഹചര്യത്തിനും ഇണങ്ങി വരും. ഇപ്പോൾ ചിറക്കലുണ്ടായിരുന്നു, ചിറക്കൽ ഞാൻ മീൻ വളർത്തൽ അവിടെ വളർത്തുമായിരുന്നു. അതുപോലെ തന്നെ ഫിഷ് കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ ചെമ്മീൻ കൃഷിയൊന്നും പുറത്തില്ല. ഞാൻ ആ ചെമ്മീൻ കൃഷിയെക്കുറിച്ച് പഠിച്ചു. അവിടെ മീൻ വളർത്തി, വിദേശികൾ വന്ന് അവർ നിൽക്കെ മീൻ പിടിച്ചു, അവർക്കത് പൊരിച്ചു കൊടുത്തു, അവർ ഫണ്ട് തന്നു. അവിടെ മനോഹരമായിട്ടുള്ള കുളങ്ങളൊക്കെ ഉണ്ടാക്കി മനോഹരമാക്കുക. അതെല്ലാം ഒരു പ്രൊക്ലമേഷൻ ഓഫ് ഗോസ്പലാണ്. അതായത് നമുക്ക് ഓരോ സാഹചര്യത്തിൽ വചനം പ്രഘോഷിക്കാനായിട്ട് കഴിയും. യേശുവിൻ്റെ ആ സാന്നിധ്യവും യേശുവിൻ്റെ ആ കരുതലും കാവലും ഒക്കെ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട് പല വിധത്തിൽ കഴിയും. ഭൗതികമായ കാര്യങ്ങളിലൂടെ സാധ്യമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്
അങ്ങനെയുള്ള പരിപാടികൾ ആയിട്ട് വാസ്തവത്തിൽ ഇന്ന് പല മനുഷ്യരും താനും തൻ്റെ കുടുംബവും എന്ന രീതി ജീവിക്കുമ്പോൾ അച്ഛൻ ഊട്ടുശാല വഴിയും മറ്റ് ഈ പറയുന്ന മൊബൈൽ ബാത്ത് വഴിയും അതിനേക്കാളൊക്കെ ഉപരിയായി പല കാര്യങ്ങളും സോഷ്യലായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞതൊരു പക്ഷേ ഈ ആധ്യാത്മികതയുടെ ഭാഗമായിരിക്കാം അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയാവുന്നതാണ് അൽമായരുടെ ശാക്തീകരണത്തോടനുബന്ധിച്ച് അൽമായർക്ക് വേണ്ടിയിട്ട് ഗ്രാൻഡ് കോൺഫറൻസുകൾ നടത്തി. അതായത് അവർക്കുണ്ടാകേണ്ട ചില ദർശനങ്ങൾ, ഇപ്പോൾ യേശുവിൻ്റെ മൂല്യങ്ങളും ആദർശങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് പ്രായോഗികമായിട്ട് എങ്ങനെ കൊടുക്കാം? അത് വാസ്തവത്തിൽ അന്ന് രൂപതയുടെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള എല്ലാ ഇടവകളിൽ നിന്നും ക്രീമായ മനുഷ്യരെ കൂട്ടിയാണ്. ഞാൻ എപ്പിസ്കോപ്പൽ വിക്കറായിരുന്ന ആ കാലഘട്ടത്തിലാണ്. അതായത് പിന്നെ സഭയെക്കുറിച്ച് നമ്മുടെ രൂപതയ്ക്ക് ഒരു വികസന അജണ്ട ഉണ്ടായിരുന്നു. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, അതുപോലെ സോഷ്യൽ എക്കണോമിക്കൽ, അതുപോലെ തന്നെ എക്ലേസിയൽ ഡെവലപ്മെൻറ്റ്. അങ്ങനെ ഈ 4 തലങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ചത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പിന്നെ വ്യക്തി, കുടുംബം, കൂട്ടായ്മ ആ തലങ്ങളിൽ ഊന്നിയാണ് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ തൊഴിൽ രംഗങ്ങൾ, ഇപ്പോൾ തൊഴിലാളികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒത്തിരി തൊഴിൽ മേഖലകൾ നമ്മൾക്കുണ്ട്. നമ്മെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉൾനാടൻ മത്സ്യകൃഷികൾ, അതുപോലെ തന്നെ അനുബന്ധ ഇതങ്ങൾ, അതുപോലെ തന്നെ കൽപ്പണിക്കാർ, മരപ്പണിക്കാർ, ഇവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിപാടികളും പ്രോജക്റ്റുകളൊക്കെ നമുക്കുണ്ടായിരുന്നു. അച്ഛൻ്റെ കാലത്തുണ്ടായ സംഭവങ്ങളാണ്. അതെ, തീർച്ചയായിട്ടും അതെല്ലാം കൂട്ടായ ഒരു പ്രവർത്തനമാണ്. എന്നാലും ദിവ്യബലിയിൽ നിന്നും ആർജിച്ച ഒരു ഊർജ്ജമാണ്. ഇപ്പൊ പൊതുവെ ഇത്ര നേരം അച്ഛൻ പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങൾ അച്ഛനെ കർത്താവ് ഉപയോഗിച്ചൊക്കെ പറഞ്ഞു. എന്നാലും സ്വകാര്യ ജീവിതത്തിലെ ചിലപ്പോഴെങ്കിലും വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ ചില രോഗപീഠകളാകാം. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛന്? തീർച്ചയായിട്ടും ഉണ്ട്. പൊതുവെ നോക്കിയാൽ ഞാൻ ആരോഗ്യവാനായിരുന്നു. എനിക്ക് ആദ്യമായിട്ടൊരു രോഗം വരുന്നത് ഒരു ജോണ്ടീസാണ്, മഞ്ഞപ്പിത്തം. ഒരു 2-3 പ്രാവശ്യം തകൃതിയായിട്ട് എന്നെ വീർപ്പ് മുട്ടിച്ചു. എങ്കിലും അതിൽ നിന്നൊക്കെ എനിക്ക് രക്ഷ നേടി. പിന്നീട് ഞാൻ വളരെ സ്വസ്ഥമായിട്ട് അങ്ങനെ പോവുകയായിരുന്നു. 2000 ആയപ്പോൾ ചെറിയ രൂപത്തിലുള്ള ഒരു ഷുഗറിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. എങ്കിലും വേറെ കുഴപ്പമില്ലാതെ പോവുകയാണ്. പിന്നീട് ഈ പള്ളിയിലെത്തിയപ്പോൾ, അതായത് ഇപ്പോൾ സേക്രഡ് ഹാർട്ട് പള്ളി കുമ്പളങ്ങിലെത്തിയപ്പോഴാണ് എനിക്ക് ഒരു സ്ട്രോക്ക് ഉണ്ടായത്. ആ സ്ട്രോക്കോടുകൂടി ഞാൻ ആകെ തകർന്നു പോയി നിലയിലായിരുന്നു. എല്ലാവരും വിചാരിച്ചു ഞാൻ പൊങ്ങി വരികയില്ല. പക്ഷേ എനിക്ക് അപ്പോഴും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. നമ്മൾ ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും കർത്താവിനുള്ളതാണ്. കർത്താവിന് വേണമെങ്കിൽ നമ്മളെ ജീവിപ്പിക്കട്ടെ. ഏതായാലും എനിക്ക് പറയാൻ കഴിയുന്നത്, ഇപ്പോൾ ജീവികാരുണ്യം, ദിവ്യബലി അർപ്പിക്കാനും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ മനോഹരമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ ശബ്ദത്തിന് ഒരു കുഴപ്പമില്ല. നടക്കാനായിട്ട് ഒരു ചെറിയ തകരാറുണ്ടെന്ന് ഒഴിച്ചാൽ മറ്റ് ഒരു കുഴപ്പവും എനിക്കില്ല. അപ്പം അങ്ങനെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. അവിടുന്ന് എന്നെ വഴി നടത്തുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓടി നടന്ന് പ്രവർത്തിക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഓടി നടന്ന് പ്രവർത്തിച്ച കാലങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ കർത്താവ് ഇരുന്ന് പ്രാർത്ഥിക്കാനും ഒരു കാര്യം ഉണ്ട്. അതായത് ഈ ഘട്ടത്തിൽ കൂടുതലായിട്ട് വചനത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ടുള്ള അവസരമുണ്ടായി. ഈ നെയോ കാറ്റഗിമിലൂടെ കടന്നു പോകുമ്പോൾ വചനം പഠിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അത് കുറേ കൂടി ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട്, പ്രത്യേകിച്ച് ഡാനിയൽ പൂവണ്ണത്തിൻ്റെ ടോക്കുകൾ ഞാൻ കേൾക്കാറുണ്ട്. അത് നെയോ കാറ്റഗിമിനൽ കമ്മ്യൂണിറ്റിയായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. ഓരോ കാര്യത്തിലും യേശു എങ്ങനെ ഒളിഞ്ഞിരിക്കുന്നു, യേശു എങ്ങനെ പ്രകടമാകുന്നു എന്നൊക്കെയുള്ള ആ ഒരു രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ടോക്കുകളുടെ എല്ലാം കുറിപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ പുസ്തകങ്ങളുടെയും കുറിപ്പ് ഇങ്ങനെ 2-3 ബുക്കുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആകർഷകമായിട്ട് തോന്നിയത്, നെയോ കാറ്റഗിമിനൽ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ എന്ത് ഫോളോ ചെയ്യുന്നു ആ ഉൾക്കാഴ്ചകൾ കൂടുതലായിട്ട് അദ്ദേഹം
ഇതിലൂടെ തരുന്നു. അദ്ദേഹം ബൈബിളാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് വിഷയം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് കൂടുതൽ ദൈവമായിട്ട് എടുക്കുവാനും കൂടുതൽ വചനം പഠിക്കുവാനും ദൈവത്തെ അനുഭവിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കർത്താവിൻ്റെ ഇഷ്ടം പോലെ എല്ലാം പോട്ടെ, സംഭവിക്കട്ടെ. ഏതായാലും കഴിഞ്ഞ 50 വർഷക്കാലം കർത്താവ് 11 ഇടവകളിലൂടെ അതോടൊപ്പം തന്നെ എപ്പിസ്കോപ്പൽ വികാരി എന്ന നിലയിലുമൊക്കെ അച്ഛനെ മനോഹരമായിട്ട് ഉപയോഗിച്ച കാര്യങ്ങളാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴിതാ 2015 മോൺസിഞ്ഞൂർ സ്ഥാനവും കിട്ടിയ അച്ഛൻ. അപ്പം മോൺസിഞ്ഞൂറായിരിക്കുന്ന ആൻ്റണി കൊച്ചുകരിയിൽ മോൺസിഞ്ഞൂറിന് പ്രത്യേകമായിട്ട് ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ജൂബിലി മനോഹരമായി നടക്കട്ടെ, തുടർന്നും അടുത്ത ജൂബിലിക്കും കൂടെ അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതി. താങ്ക് യു. എപ്പോഴും ശരി.